ഹായ്, ഞാൻ ഷിഫ മറിയം. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സമ്മർ ട്രിപ്പ് പോയിരുന്നു കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പോയ സ്ഥലം ഒക്കെ വളരെ ഭംഗിയുള്ളൊരു നല്ലൊരു സമയമായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം കാണിക്കാം. ഞാൻ പോകുന്നത് ബ്രെറ്റ്സ്ലാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെക്ക് റിപ്പബ്ലിക്കിൽ തന്നെയുള്ള ഒരു ടൗണിലേക്കാണ് പോകുന്നത്. അപ്പോൾ ദീർഘദൂര യാത്ര ആയതുകൊണ്ട് ഏകദേശം 5 മണിക്കൂറോളം എടുത്തു അവിടെ എത്താൻ. അപ്പോൾ ഞാൻ കുറച്ച് സ്നാക്സൊക്കെ പാക്ക് ചെയ്തിരുന്നു ആദ്യം തന്നെ. അങ്ങനെ പുറത്തെ കാഴ്ചകളും വളരെ ഭംഗിയുണ്ടായിരുന്നു. കാരണം വിൻ്ററൊക്കെ കഴിഞ്ഞ് ഈ കാണുന്നത് റേപ്പ് സീഡിൻ്റെ തോട്ടം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേപോലെ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ കടുക് പാടങ്ങളും ഇതേപോലെ കാണാം. അപ്പോൾ അതേപോലെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ എങ്ങനെയായിരുന്നു. അപ്പോഴാണ് ഒരു കാർട്ട് വന്നത്. അതിൽ സ്നാക്സ് ഉണ്ട്, കോഫി, ടീ അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്നും ഒരു ക്യാപ്പച്ചീനോ ആണ് വാങ്ങിച്ചത്. നല്ല കോഫി ആയിരുന്നോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും വെറുതെ അങ്ങനെ ഞാനങ്ങനെ ഒരു എപ്പോഴും കോഫി കുടിക്കുന്ന ആളൊന്നുമല്ല. ജസ്റ്റ് അപ്പം ഇരുന്നപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വെറുതെ വാങ്ങിയതാണ്. അങ്ങനെ ഞാനതും കുടിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. എനിക്ക് പുറത്തേക്ക് നോക്കിയിരുന്നാൽ എത്രയും ബോറടിക്കില്ല. കാരണം ആദ്യമായിട്ട് ഈ റൂട്ടിൽ ഞാൻ യാത്ര ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് എല്ലാ കാഴ്ചകളും കാണുന്നത്. പിന്നെ കാലാവസ്ഥ നല്ലതായിരുന്നു. ട്രെയിനിലധികം തിരക്കൊന്നുമില്ല. അങ്ങനെ ആയപ്പോൾ അതൊക്കെ നോക്കിയിരുന്നു. ഇത് ബ്ലാക്ക്ബെറി, നമ്മളുടെ ഞാവൽപ്പഴത്തിനോട് ഏകദേശം അതുപോലെ ഇരിക്കുന്ന, പക്ഷേ അതുപോലെയല്ല, അത് ക്ലോസ് ആയിട്ട് എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളൊരു ഫ്രൂട്ടാണത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബെറിയാണ് ബ്ലാക്ക്ബെറി. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞാൻ ഓൾറെഡി യാത്ര തുടങ്ങിയത്. അങ്ങനെ സ്നാക്സൊക്കെ കഴിച്ച് പിന്നെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഈ ഗ്രാമങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഞാൻ ഇവിടുത്തെ പ്രാഗിലാണ്, ക്യാപിറ്റൽ സിറ്റിയിലാണ്. അപ്പോൾ അതും വളരെ ഭംഗിയാണ്. പക്ഷേ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ട്രെയിനിൽ പോകണം. അപ്പോൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി പിന്നെ അവിടുന്ന് ഒരു ബസ്, പക്ഷേ ആ ബസ് ഒരു ഏകദേശം ഒരു 20 മിനിറ്റ് മാത്രം ഉള്ള ബസ്സായിരുന്നു. അങ്ങനെ അവിടെ നിന്നപ്പോഴാണ് ഞാൻ വേറൊരു ഫ്രണ്ടിനെയും കൂടി കണ്ടത്. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ ഒരുമിച്ച്, ഞങ്ങൾ ശരിക്കും ഒരേ ട്രെയിനിലാണ് വന്നത്, പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഈ സെയിം ഇവൻ്റ് അറ്റൻഡ് ചെയ്യാൻ വരുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നുള്ള ബസ്സിൽ ഒരുമിച്ചാണ് പോയത്. അപ്പോൾ ട്രെയിൻ യാത്ര ഒറ്റക്കായിരുന്നെങ്കിലും ബസ്സിൽ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞാൻ എന്ത് ഇവൻറ്റിനാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഞാനിവിടെ സ്റ്റഡി ഇൻ ചെക്കിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ, ഇവിടുത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ എന്ന് പറയാം. അതിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് അംബാസഡറാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ സദേൺ മൊറാവിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിലാണുള്ളത്. ബൊഹീമിയ, സൈലേഷ്യ, മൊറാവിയ ഇങ്ങനെ 3ആയിട്ടാണ് ഇവിടെ തരം തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ മൊറാവിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ മൊറാവിയൻ റീജിയൻ വൈനുകൾക്കും വൈൻയാർഡിനൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് മുന്തിരി തോട്ടങ്ങൾ, എന്താ അതിന് പറയുക, വൈൻയാർഡ്സ് ഒക്കെ കുറേ കണ്ടിരുന്നു. അപ്പോൾ ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ളത് വൈനാണ്. നമ്മൾക്ക് സ്റ്റേ പറഞ്ഞിട്ടുള്ള സ്ഥലം ഒരു വൈൻയാർഡ്, വൈൻ സെല്ലാറൊക്കെ ഉള്ള ഒരു നല്ലൊരു സ്ഥലമാണെന്നാണ് കേട്ടിരുന്നത്. അപ്പോൾ എന്തായാലും നല്ല എക്സൈറ്റഡ് ആയിട്ടാണ് പോകുന്നത്. ഇതാണ് എൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ബസ് സ്റ്റോപ്പിൽ നിന്നാണ് കാണുന്നത്. അങ്ങനെ പിന്നെ ബസ്സിൽ ഒരുമിച്ച് യാത്ര ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ ബസ് ഇറങ്ങിയിട്ട് നമ്മളുടെ സ്റ്റേ ഉള്ള സ്ഥലത്തേക്ക് നടക്കുകയാണ്. അധികം തിരക്കൊന്നും ഇല്ലാത്ത, എന്നാൽ നല്ല വൃത്തിയും പിന്നെ നല്ല ഭംഗിയുള്ള ഒരു ടൗൺ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോഴാണ് ഞാനിവിടെ ഈ കുഞ്ഞ് വെള്ളപ്പൂക്കൾ കണ്ടത്. ഇത് എന്ത് പൂവാണെന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷേ ഭയങ്കര ഭംഗിയുള്ള ചെറിയ കാറ്റും ഒക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു. നമ്മളുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി. ഞങ്ങളൊരു 10 പേരുണ്ട്, എല്ലാവരും കൂടി സ്റ്റുഡൻറ്റ് അംബാസഡേഴ്സ് ആയിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും സ്റ്റേ ചെയ്യുന്നത് ഇവിടെയാണ്. നമ്മളാണ് ഇവിടെ ആദ്യം എത്തുന്നത്. ഇനി ഫ്രണ്ട്സൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. നല്ല ഭംഗിയുള്ള ഒരു ചെറിയ റൂമായിരുന്നു എന്നുണ്ടെങ്കിലും വളരെ ഭംഗിയും വൃത്തിയൊക്കെ ഉള്ള നല്ലൊരു റൂമായിരുന്നു അത്. പുറത്ത് നല്ല കാലാവസ്ഥയായിരുന്നു. കാരണം ഇവിടെ ചിലപ്പോൾ ഗ്രേ ആയിട്ട് നിൽക്കും, അതായത് മൂടിക്കെട്ടിയ കാലാവസ്ഥയും ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മൾ പോയ ദിവസം നല്ല വെയിലും തണുപ്പും കാറ്റും ഒക്കെ ഉള്ള നല്ലൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാൻ ആദ്യം റൂമൊക്കെ ഒന്ന് കണ്ട് എല്ലാം സെറ്റിൽ ചെയ്തു. ഇനി എനിക്കൊന്ന് ഫ്രഷ് ആവണം, കാരണം നല്ല ദൂരം യാത്ര ചെയ്തിട്ടാണ് വന്നത്.
അപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷായി താഴെ അപ്പോഴേക്ക് ഇവൻറ്റിൻ്റെ സമയമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മീറ്റിംഗ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരൊക്കെ എത്തുന്നേ ഉള്ളൂ. കാരണം പലരും പല സ്ഥലങ്ങളിൽ താമസിക്കുന്നവരാണ്, പല സിറ്റികളിൽ നിന്നാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇവിടെ എത്തണം. ചിലർ ക്ലാസ് കഴിഞ്ഞ് വരുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും ഒരേ സമയത്തല്ല എത്തിയത്. എന്തായാലും നമ്മൾക്ക് അവിടെ കുറേ സ്നാക്സും റിഫ്രഷ്മെൻറ്റ്സ് ജ്യൂസ് എല്ലാം ഉണ്ടായിരുന്നു. ഉച്ച സമയം ആയപ്പോഴേക്ക് തന്നെ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. നമുക്കവിടെ കുറേ ഫുഡുണ്ട്, കുറേ സാൻഡ്വിച്ച്, പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ പറഞ്ഞതിലൊരു വൈനിന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണെന്ന്. അപ്പോൾ അവിടെ ഒരു വൈൻ സെല്ലാറുണ്ട് താഴെ, അവിടെ വെച്ചാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത്. ഈ ആഴ്ച വേറെ ഗസ്റ്റുകൾ ആരും ഇവിടെ ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ തന്നെ മാത്രമായിരിക്കും ഈ ഫുൾ ഇവിടെ എന്ന് നമ്മളുടെ അടുത്ത് ഓണർ പറഞ്ഞു. ഓണറും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളായിരുന്നു. അങ്ങനെ ഇതാണ് എൻ്റെ ഡിന്നർ. സാമൺ ഫിഷും പിന്നെ ഗ്രിൽഡ് വെജീസുമാണ് ഞാൻ പറഞ്ഞത്. ഇത് കണ്ടപ്പോൾ ഇതിൽ ചോറ് എവിടെ നിന്നാണ് എനിക്ക് ചോദിക്കാൻ തോന്നിയത്. എനിക്ക് റൈസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മീനും പച്ചക്കറിയൊക്കെ നമ്മൾ ചോറിൻ്റെ കൂടെ അല്ലേ കഴിക്കുക, പക്ഷേ ഇവിടെ ഇങ്ങനെയാണ് കഴിക്കുന്നത്. എന്തായാലും ഡിന്നറൊക്കെ കഴിഞ്ഞു. നല്ല ഡിന്നറായിരുന്നു, നല്ല ഫില്ലിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് വന്നു. അടുത്ത ദിവസം വളരെ തിരക്കുള്ളൊരു ദിവസമാണ്. കാരണം നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ കണ്ടൻറ് ക്രിയേഷൻ, ഫോട്ടോഷൂട്ട് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നേരത്തെ തന്നെ യാത്രാക്ഷീണമൊക്കെ ഉള്ളതല്ലേ, പോയി കിടന്നുറങ്ങി. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റു. എനിക്ക് അവിടെ ഒക്കെ ഒന്ന് പോയി കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ ആ ഗോൾഡൻ ലൈറ്റിൽ എല്ലാം കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ അതിൻ്റെ ചുറ്റുഭാഗമൊക്കെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചു ജസ്റ്റ് ഒന്ന് നടന്ന് പോയി കാണാം എന്ന്. ഒരുപാട് ദൂരെയൊന്നും നടന്നില്ല, അതിൻ്റെ ചുറ്റുഭാഗമൊക്കെ. അപ്പോൾ വളരെ ഭംഗിയുള്ളൊരു കുഞ്ഞു ടൗണാണിത്. അവിടെ ഒരു പൂക്കട ഉണ്ടായിരുന്നു, അവിടെ ചെടികളും ഒക്കെ വിൽക്കുന്ന ഒരു സ്ഥലം. പിന്നെ ആളുകൾ നടക്കാൻ ഇറങ്ങിയവരുണ്ടായിരുന്നു. ഒരുപാട് ആളുകളൊന്നും ഉള്ള സ്ഥലമല്ല. ഈ ലെഡ്നിറ്റ്സ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലം ചെക്കുകാർക്കിടയിൽ വളരെ പോപ്പുലറായിട്ടുള്ളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണെന്നാണ് കുറച്ച് ചെക്ക് ഫ്രണ്ട്സ് പറഞ്ഞത്. വളരെ ഭംഗിയുള്ള ചെറിയ ടൗണ്, എല്ലാം തന്നെ കാണാൻ നല്ല, എനിക്ക് എന്തോ ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് തോന്നി. ആ ഒരു രാവിലെ ഇറങ്ങി നടന്നപ്പോൾ ഞാൻ വിചാരിച്ചു കിടന്നുറങ്ങാതെ അങ്ങനെ നടന്നത് നന്നായി എന്ന് വിചാരിച്ചു. അപ്പോഴേക്ക് നമ്മൾക്ക് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേൻ്റെ സമയമായിരുന്നു. അതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അതിൽ കുറേ വീഗൻ ഓപ്ഷൻസ്, പിന്നെ വെജിറ്റേറിയൻ, അങ്ങനെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന കുറേ ഡിഷസ് ഉണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ ഉള്ള ഒരു കാസിലേക്ക്, ഒരു ഷട്ടു കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ വളരെ ഇമ്പ്രസീവായിട്ടുള്ള ഭംഗിയുള്ള ഒരു കൊട്ടാരം തന്നെയായിരുന്നു അത്. അതിൻ്റെയൊക്കെ ഹിസ്റ്ററി, അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അവിടെയുള്ള ഗൈഡ് പറഞ്ഞു തന്നു. ഇത് ഫ്രാൻസിസ്ക രാജകുമാരി കൈകൊണ്ട് തുന്നിയ അവരുടെ തലയണ, അവരുടെ ബെഡ്റൂം, അങ്ങനെ പലതും. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് വലിയ ഹിസ്റ്ററി ഉണ്ട്, പക്ഷെ അതൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കണ്ടു. ഭയങ്കര ഭംഗിയുള്ള, അതായത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള ഒരു പാലസായിട്ട് എനിക്ക് തോന്നി. ഇത് ഇവിടെയുള്ള ഒരു കോണിയാണ്, ഒറ്റ തടിയിൽ തീർത്ത ഒരു ഭംഗിയുള്ളൊരു കോണി. എനിക്ക് തോന്നി ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള കോണി ഇതായിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ വിചാരിച്ചു. നമ്മൾ കുറേ സംസാരിച്ചിരുന്നു. പിന്നെ ഒരു പിക്നിക്കൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഫുഡും സ്നാക്സും എല്ലാം തന്നെ കൊണ്ടുവന്നു. അവിടെ നമ്മളൊരു പിക്നിക്ക് സെറ്റ് ചെയ്തു, അതൊക്കെ കഴിച്ചു, കുറേ സംസാരിച്ചു, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ അതിനുശേഷം നമ്മൾക്ക് ലഞ്ചിൻ്റെ ടൈമായി. അപ്പോൾ എൻ്റെ ലഞ്ച് ഈ ഒരു വഴുതന, ഉരുളക്കിഴങ്ങ്, ഇതേപോലെയുള്ള വിത്ത് ചീസ് അങ്ങനെ ഉള്ളതായിരുന്നു. പലരും പലതാണ് പറഞ്ഞത്. ഞാൻ ഓർഡർ ചെയ്തിരുന്നത് ഈ എഗ് പ്ലാന്റ് വിത്ത് ചീസ് എന്ന ഒരു സംഭവമായിരുന്നു. ആ കാസിലിനകത്ത് കുറേ നടക്കാനുണ്ടായിരുന്നു. പിന്നെ നല്ല വെയിലുള്ള ദിവസം കൂടി ആയപ്പോഴേക്ക് രാത്രി എല്ലാവരും നന്നായിട്ട് ക്ഷീണിച്ചിരുന്നു. ഇനി അടുത്ത ദിവസം നമ്മൾ വേറൊരു കാസിൽ കാണാൻ പോകുന്നുണ്ട്. ഈ ചെക്ക് റിപ്പബ്ലിക്കിൽ ഒരുപാട് കാസിൽസ് ഉണ്ട്. അപ്പോൾ 1000-ഓളം ഉണ്ടെന്നാണ്, 1000-ൽ കൂടുതൽ കാസിലുകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ കാസിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി. അത് ബ്രെറ്റ്സ്ലാവിൽ തന്നെയാണ്. നമ്മൾ അവിടെ നിന്ന് ഒരു ബസ് എടുത്ത് ബസ്സിൽ നിന്ന് പുറത്തെ കാഴ്ചകൾ കാണുമ്പോൾ റോഡിന് ഇരുവശത്തും മുന്തിരിത്തോപ്പുകളാണുള്ളത്. ഞാൻ പറഞ്ഞില്ല, ഇത് വളരെ വൈനിന് ഫേമസ് ആയിട്ടുള്ളൊരു ടൗൺ ആയതുകൊണ്ട് തന്നെ കുറേ മുന്തിരിത്തോട്ടങ്ങളുണ്ട്.
ഇവിടെ മെയിനായിട്ട് ഇങ്ങനെയുള്ള ടൂറിസത്തിലൂടെ ഇവരത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. വൈൻ ടേസ്റ്റിങ്ങും അങ്ങനെ പലതുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത കാസിലിലേക്കുള്ള അടുത്ത യാത്ര തുടങ്ങി. ഇതിൻ്റെ ബാക്കിലൊക്കെ ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ ഞാനിവിടെ വന്നിട്ട് 10ഓളം കാസിലുകൾ ചെക്ക് റിപ്പബ്ലിക്കിലുള്ളതിൽ പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ ഒന്നും ഹിസ്റ്ററി എനിക്ക് ഓർമ്മയില്ല. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ രാജാക്കന്മാരും കുറേ അവർ യുദ്ധം ചെയ്തതും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. എന്തായാലും ഇത് വേറൊരു കാസിലാണ്. കാസിലും ഷട്ടുവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവരുടെ ആർമറി ഒക്കെ സൂക്ഷിക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഹണ്ടിങ് അങ്ങനെയുള്ള കുറേ ടൂൾസൊക്കെ ഉണ്ടായിരിക്കും, വെപ്പൺസൊക്കെ ഉണ്ടായിരിക്കും ഈ കാസിലുകളിൽ. പക്ഷേ ഷട്ടു അവർ റോയൽ ഫാമിലി താമസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എന്തായാലും ഷട്ടു കാണാൻ ഭയങ്കര ഭംഗിയാണ്. കാസിൽ കുറേയൊക്കെ കാണുമ്പോൾ എനിക്ക് മടി വരും. അങ്ങനെ എന്തായാലും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ലഞ്ച് കഴിക്കുന്നതോട് കൂടിയിട്ട് എല്ലാവർക്കും പോകാനുള്ള ബസ്സും ട്രെയിനും ഒക്കെ വരാനുള്ള സമയമായി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ അടുത്ത ട്രെയിനിൽ കയറിയിട്ട് ആദ്യം ഒരു ലോക്കൽ ട്രെയിനിലാണ് കയറിയത്. അതായത് കുഞ്ഞു ഇവിടുത്തെ സാധാരണ ആവശ്യങ്ങൾക്ക് നമ്മൾ പാസഞ്ചർ ട്രെയിനൊക്കെ പോലെ, അല്ലെങ്കിൽ ലോക്കൽ മെമു ഒക്കെ ഇല്ലേ, അതുപോലുള്ള ഒരു ട്രെയിനിൽ കയറി. അപ്പോൾ എന്നിട്ട് നമ്മൾ മെയിൻ സ്റ്റേഷനിലെത്തി. ഇനി അവിടുന്ന് പ്രാഗിലേക്കുള്ള ട്രെയിൻ യാത്ര. അപ്പോൾ ഇത്രേ ഞാൻ ഫിലിം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ സമ്മർ ട്രിപ്പ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.